ഇന്ന് മോർണിംഗ് നമ്മുടെ ഓണർ ആന്റി അവരുടെ മകനും വൈഫും കുട്ടിയൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ 2 ദിവസം അവരിവിടെ ഉണ്ടാവും. അപ്പൊ അവരുടെ മകളുടെ വീട്ടിൽ പൂജ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. മോർണിംഗ് മോന്റെ കൂടെ കുട്ടി കളിച്ചതിന് ശേഷം അവര് പൂജയ്ക്ക് വന്ന് പറഞ്ഞിട്ട് പോയി. ഈവനിങ്ങിലേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു പോകുമ്പോ. ഇപ്പൊ അവര് തിരിച്ചു വന്നപ്പോ പൂജാപ്രസാദം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു താരത്തില് ഒരു ബൗളിലാക്കിയിട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ പ്രസാദം ആയിട്ട് അവർ തന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ മുന്നേയും എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. വെള്ളാരിയാകുമ്പം നമ്മുടെ നൈബർ UP-കാരിയായിരുന്നു നീലു. അപ്പൊ അവര് വീട്ടിൽ ഇതേപോലെ പൂജയൊക്കെ ഉണ്ടാകുമ്പോ അവര് തരും. അപ്പൊ അന്നൊന്നും എനിക്ക് അതിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്, പക്ഷെ അന്നൊന്നും യൂട്യൂബിലൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്നൊന്നും ആർക്കൊന്നും കാണിച്ചു തരാനൊന്നും പറ്റില്ല. അപ്പൊ ഇന്ന് ഞാൻ ആ ഒരു പ്രസാദം എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് ഒരു പായസമാണ്. നമ്മളെ അരിപ്പായസം പോലെയൊക്കെ എന്താ ടേസ്റ്റ്, നമ്മളെ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഒക്കെയാണ്. ഇത് 2 പൂരി ഉണ്ട് ഇതില്. അതുപോലെ ലഡു, ഇതെന്തോ ഒരു പൊടിയാണ്, ഔലൂസ് പൊടി പോലെ. നമ്മുടെ നാട്ടിലൊക്കെ ഔലൂസ് പൊടിയൊക്കെ ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു പൊടിയാണ്. ഒരു പഴം. അതുപോലെ ഇത് ആലുവിന്റെ ഒരു കറിയാണ്, പൊട്ടറ്റോന്റെ ഒരു കറിയാണ്. പക്ഷെ ഇതിന്റെ മുന്നേ നീലും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ചേനേന്റെ കറിയായിരുന്നു കേട്ടോ. അവിടുന്ന് ബെല്ലാരിന്ന് ചേനേന്റെ കറി. അവര് നല്ല എന്താ പറയുക, ചിക്കൻ കറി, അവര് പറയുന്ന മട്ടൻ കറി വെക്കുന്ന പോലെയാണ് വെച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ തന്നെ. അതുപോലെയാണ് ഈ ആലുകറി. ഞാൻ ഇതിന്റെ ഇത് ടേസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. പൂരിക്ക് വേണ്ടിയിട്ടാണ് ഈ ആലുവിന്റെ ആലു സബ്ജി, ഈ പായസം, ലഡു, പഴം. പക്ഷെ ഇതുപോലെ നമ്മളെ നാട്ടിലും ഇവരെന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ആ പാത്രത്തിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം എന്ന് അമ്മ പറയായിരുന്നു. അപ്പൊ ഞാനത് ഫോളോ ചെയ്യാറുണ്ട്. അമ്മ നാട്ടിലാണ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് അവിടെ നീലു ചെയ്യുന്നുണ്ടായിരുന്നത്. അവർക്കൊക്കെ അസിസ്റ്റന്റ് ഒരാള് ഒരു പാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് അവർ ആ പാത്രം കാലിയാക്കിയിട്ട് തരൂല. എന്തെങ്കിലും ജസ്റ്റ് ഒരു മിഠായെങ്കിലും, വീട്ടിലൊന്നുമില്ലെങ്കിലും ഒരു മിഠായെങ്കിലും, ഇനി മിഠായി ഇല്ലെങ്കിലും വീട്ടിൽ എന്താണോ ആൾക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചെറിയൊരു സാധനം അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ആ പാത്രം നമുക്ക് തിരിച്ചു തരാം. കാലി പാത്രം തരില്ല. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ തിരിച്ചു കൊടുക്കുമ്പോ അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പം ഇപ്പൊ ഈ അരിന്റെ പാത്രത്തിലാണ് അവര് തന്നത്, താലത്തില്. അപ്പൊ തിരിച്ചു കൊടുക്കുമ്പം ഞാൻ തിരിച്ചിപ്പോ അവർക്ക് ഈ പാത്രം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഞാനത് കാലിയാക്കിയിട്ട് കൊടുക്കും. വേറെ പാത്രത്തിൽ ഞങ്ങൾ കഴിച്ചതിന് ശേഷം അവർക്ക് ഈ പാത്രം കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പാത്രം ഒഴിച്ചു കൊടുത്തിട്ടില്ല. എന്താ തീരുമാനിച്ചിട്ടില്ല. അവിടെ ഇപ്പൊ ബിസ്ക്കറ്റൊക്കെയാ ഉള്ളത്. പിന്നെ നോക്കട്ടെ, അപ്പേട്ടൻ വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കൊടുക്കാന്നല്ലേ, നാളെയോ എന്താ കിട്ടുന്ന വെച്ചാൽ അതനുസരിച്ചിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പം കണ്ടല്ലോ അവരുടെ പ്രസാദം. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്. ബൈ.